Dear students, in the last class we were discussing about different types of rotational levels, vibrational levels and electronic levels in molecules and the different spectroscopy concerned with it. Now let us discuss in detail what are the different types of spectroscopies. First is a spectrophotometer. Let us discuss what is meant by a spectrophotometer or a spectrometer. A spectrophotometer is an instrument that measures the amount of light absorbed by a sample. Spectrophotometer techniques are used to measure the concentration of solutes in solution by measuring the amount of the light that is absorbed by the solution in a cuvette placed in the spectrophotometer. ഈ സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ നിന്നാണ് നമുക്ക് സ്പെക്ട്രോസ്കോപ്പി ചെയ്യാൻ പറ്റുന്നത്. ഈ സ്പെക്ട്രോമീറ്റർ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഈ സ്പെക്ട്രോസ്കോപ്പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പെക്ട്രോമീറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഫ്രീക്വൻസി അല്ലെങ്കിൽ എത്ര വേവ് ലെങ്ത് അബ്സോർബ് ചെയ്തിട്ടുണ്ട് അത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് സ്പെക്ട്രോമീറ്റർ. റിസൾട്ടിങ് സ്പെക്ട്രം എന്ന് പറയുന്നത് ഒരു അബ്സോർപ്ഷൻ സ്പെക്ട്രം ആയിരിക്കും അല്ലെങ്കിൽ എമിഷൻ സ്പെക്ട്രം ആയിരിക്കും. അപ്പൊ നമ്മൾ ഇത് സാമ്പിളിന് എടുക്കുന്നത് ഒരു ക്യുവറ്റിലാണ്. ക്യുവറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കണ്ടെയ്നർ ആണ് ഈ ക്യുവറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ക്യുവറ്റിന്റെ ഉള്ളിൽ നമ്മുടെ സാമ്പിൾ എടുക്കും, എന്നിട്ട് അതിലൂടെ ലൈറ്റ് കടത്തി വിടും. എത്ര ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കും, അല്ലെങ്കിൽ എത്ര ലൈറ്റ് എമിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കും. അതിന് നമ്മൾ പ്ലോട്ട് ചെയ്യും, ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യും. ഇതാണ് സ്പെക്ട്രോ മീറ്ററിൽ ചെയ്യുന്നത്. ഇപ്പൊ രണ്ടു തരത്തിലുള്ള സ്പെക്ട്രം നമുക്ക് കിട്ടും. ഒന്നെങ്കിൽ അബ്സോർപ്ഷൻ സ്പെക്ട്രം ആയിരിക്കും, അല്ലെങ്കിൽ എമിഷൻ സ്പെക്ട്രം ആയിരിക്കും. ഇനി നമ്മൾ കടത്തിവിടുന്നത് ഒരു ബീം ഓഫ് മോണോക്രോമാറ്റിക് റേഡിയേഷൻ, അതായത് ഒരൊറ്റ വേവ് ലെങ്ത് മാത്രമുള്ള റേഡിയേഷൻ ആണ് കടത്തിവിടുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ആ സാമ്പിൾ അബ്സോർബ് ചെയ്യണത് കാരണം അവിടെ ഒരു ഇന്റൻസിറ്റി, ബീമിന്റെ ഇന്റൻസിറ്റിയിൽ ചെറിയ കുറവുണ്ടാവും. ആ കുറവ് എത്രയാണെന്ന് നമ്മൾ മോണിറ്റർ ചെയ്യും. ഇനി അതല്ല നമ്മൾ മോണോക്രോമാറ്റിക് റേഡിയേഷൻ അല്ല ഉപയോഗിക്കണമെങ്കിൽ ഒത്തിരി വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് അല്ലെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് വേവ് ലെങ്സ് ഉള്ള ലൈറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ സാമ്പിള് ഒരു ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് മാത്രം അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പൊ ആ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റിൽ മാത്രം ഒരു ഇന്റൻസിറ്റിയിൽ ചെറിയ കുറവുണ്ടാവും. ആ കുറവ് എത്രയാണ് നമ്മൾ മോണിറ്റർ ചെയ്യും. ബാക്കിയുള്ള എല്ലാ ഫ്രീക്വൻസീസും അതേപോലെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യും. സാമ്പിൾ അതേപോലെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യും. അവിടെ ഇന്റൻസിറ്റിയിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, അതായത് എത്ര ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത് അബ്സോർബ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എമിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് പറഞ്ഞത്. The spectrophotometer technique is to measure the light intensity as a function of wavelength. It does this by diffracting the light beam into a spectrum of wavelengths, detecting the intensities with a charge coupled device and displaying the result as a graph on the detector and then the display device. So the sample is taken in this container and light is transmitted to it. Light is made to fall on the sample, and what light is transmitted is measured. Usually intensity is measured as a function of wavelength or lambda. Excitation to a higher level, the molecule can be made to revert to the lower level with emission of radiation of a particular frequency, satisfying the Bohr condition that delta E equal to h mu. That is the Bohr condition. And the resulting spectrum would be a absorption spectrum or a emission spectrum. The spectrum recorded is a plot of parameters like the intensity or absorbance against a parameter like wavelength or wave number of light. So this is a symbol block diagram of an absorption spectrophotometer. The light, which is a monochromatic light or a white light, is made to fall on the sample, and then it is modulated and analyzed and then detected. The electromagnetic radiations travels in this direction, and there is the electric field in the y direction and the magnetic field is in the z direction. So there will be a change in the intensity of the radiation when it passes through the
sample. അതായത് ഈ സാമ്പിളോടെ പാസ് ചെയ്യുമ്പോൾ ഇന്റൻസിറ്റി റേഡിയേഷന്റെ ഇന്റൻസിറ്റി മാറുമെന്ന് പറഞ്ഞു. ആ റേഡിയേഷന്റെ ഇന്റൻസിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. ആ ഇന്റൻസിറ്റി നമ്മൾ ലാംഡയായിട്ട് പ്ലോട്ട് ചെയ്യും ഈ ഡിറ്റക്ടറിന്റെ അവിടെ. അങ്ങനെയാണ് സ്പെക്ട്രം എടുക്കുന്നത്. So this is the initial intensity. I0 is shown as the initial intensity. This is the cuvette or the container containing the sample, and the final intensity is denoted as I. Light of intensity I0 passing through a sample of length L. This is the sample length is L, and the final intensity of I. Then we can plot absorbance against wave number or absorbance against the lambda, which is the wavelength, and the plot would be as shown in this figure. This plot is called a broad absorption spectrum because there is a maximum absorption. And this plot is called a narrow absorption spectrum because the peak is very narrow, but the peak here is very broad. And this is the lambda max, epsilon maximum, where the maximum intensity of light is absorbed. And this is the epsilon maximum for this graph. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ലൈറ്റിന് ഇങ്ങനെ I0 തുടക്കത്തിൽ കടത്തി വിടുന്നു. പുറത്തേക്ക് വരുന്ന സാമ്പിളിന്റെ ഉള്ളിൽ കടന്ന് പുറത്തേക്ക് വരുന്ന ഇന്റൻസിറ്റി മിക്കവാറും കുറവായിരിക്കും. അപ്പൊ കുറവ് എന്താണെന്നാണ് നമ്മൾ മോണിറ്റർ ചെയ്യണത്. അപ്പൊ മോണിറ്റർ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് അബ്സോർബൻസ് ആണ് മെഷർ ചെയ്യുക. Y ആക്സിസിൽ നമ്മൾ അബ്സോർബൻസ് എടുക്കും. അബ്സോർബൻസ് എന്താന്ന് നിങ്ങൾ പഠിച്ചതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അബ്സോർബൻസ് A is equal to log I0 by I ആണ്. അതായത് ലോഗരിതം ഓഫ് I0 by I. അതിനെയാണ് നമ്മൾ അബ്സോർബൻസ് എന്ന് വിളിക്കുന്നത്. പഠിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഫോട്ടോ കെമിസ്ട്രിയിൽ ഇത് കൂടുതലായിട്ട് പഠിക്കുന്നതായിരിക്കും, ഇതിനെക്കുറിച്ച്, അബ്സോർബൻസിനെ കുറിച്ച്. അപ്പൊ അബ്സോർബൻസും വേവ് നമ്പറും പ്ലോട്ട് ചെയ്യാം, അല്ലെങ്കിൽ അബ്സോർബൻസും വേവ് ലെങ്ത്തും പ്ലോട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ചില സന്ദർഭങ്ങളിൽ അബ്സോർബൻസിന് പകരം ട്രാൻസ്മിറ്റൻസ് ആയിരിക്കും പ്ലോട്ട് ചെയ്യുക. ഈ Y ആക്സിസിലെ ട്രാൻസ്മിറ്റൻസും ഇവിടെ വേവ് ലെങ്ത് അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ വേവ് ലെങ്ത് അല്ലെങ്കിൽ വേവ് നമ്പർ വരും. ട്രാൻസ്മിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ട്രാൻസ്മിറ്റൻസ് ഇസ് ദി റേഷ്യോ ഓഫ് I by I0. അതായത് ട്രാൻസ്മിറ്റൻസിനെ നമ്മൾ വിളിക്കുന്നത് T എന്നാണ്. T എന്ന് പറഞ്ഞാൽ I by I0നെയാണ് ട്രാൻസ്മിറ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് വേണമെങ്കിലും പ്ലോട്ട് ചെയ്യാം. അബ്സോർബൻസിന് പകരം ട്രാൻസ്മിറ്റൻസും പ്ലോട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. ഇത് ബ്രോഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രമാണ്, ഇത് നാരോ അബ്സോർപ്ഷൻ സ്പെക്ട്രമാണ്. അപ്പൊ എങ്ങനെ അബ്സോർബ് ചെയ്തെന്ന് നമുക്ക്, സാമ്പിൾ എങ്ങനെ അബ്സോർബ് ചെയ്യുന്നത് നമുക്ക് ഈ ഗ്രാഫ് കാണുമ്പോൾ മനസ്സിലാവും. The shape and appearance of the spectrum will depend upon the parameters plotted and will be a characteristic of the species under consideration. The absorption spectrum of a species would be always complementary to its emission spectrum, and therefore both kinds provide the same kind of information regarding molecular structure. Now let us discuss the different kinds of spectroscopic techniques. Already I had shown before that there are different kinds of spectroscopy. The first one is rotational spectroscopy, which is done by the absorption of microwave radiation, and the other one is the vibrational spectra, which is done by the absorption of infrared radiation, and the other one is the Raman spectroscopy, which is concerned with the scattering of visible light. So we have to supply visible light to the sample, and there is electronic spectra, which is characterized by the absorption of ultraviolet light or the UV light. Further, nuclear magnetic resonance spectroscopy and electron spin resonance spectroscopy is there, which is characterized by the absorption of radio frequency waves. Okay, so these are the different types of spectroscopy you have to learn in this chapter. One by one, we will go on. And the first one that we have to discuss is the rotational spectra, which we will discuss in detail. Okay, before studying spectroscopy, we have to
learn what is meant by Born-Oppenheimer approximation. Usually, molecular systems consist of a nuclei, two nuclei, and electrons or more electrons. The Born-Oppenheimer approximation takes into consideration the great difference in the masses of the electrons and the nuclei. According to Born-Oppenheimer approximation, the motion of the nuclei is so slow compared to the speed of electron movement, and so it is assumed that nuclei do not move. The total energy of a molecule in space is the sum of many sorts of energy like the rotational energy, the vibrational energy, and the electronic energy. The order of separation between these energies as delta E electronic is greater than delta E vibrational is greater than delta E rotation. So the Born-Oppenheimer approximation implies that the electronic, vibrational, and rotational energies of a molecule are completely independent of each other, so that E total is equal to E rotation plus E vibration plus E electronic. Born-Oppenheimer approximation എന്താ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അപ്രോക്സിമേഷൻ ആണ്. ക്വാണ്ടം മെക്കാനിക്കൽ കാൽക്കുലേഷനിൽ നടത്തിയിരിക്കുന്ന ഒരു അപ്രോക്സിമേഷൻ മെത്തേഡാണ് ഈ ബോൺ-ഒപ്പൻഹീമർ അപ്രോക്സിമേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെക്ട്രോസ്കോപ്പിൽ നമുക്ക് നന്നായി ആവശ്യം വരും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയൈനെ ഭയങ്കര ഹെവി മാസ് ഉള്ള ഒരു മാറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇലക്ട്രോൺസ് ആണെങ്കിൽ വളരെ സ്മോൾ മാസ് ഉള്ള പാർട്ടിക്കിൾസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ന്യൂക്ലിയൈ ഹെവി മാസ് ആയതുകൊണ്ട് ന്യൂക്ലിയൈ മൂവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിന് മോഷൻ ഇല്ല എന്ന് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യാണ്. ശരിക്കും നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല, ഇതൊരു അപ്രോക്സിമേഷൻ ആണ്. ന്യൂക്ലിയസ് മൂവ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. പക്ഷെ ഇലക്ട്രോൺസ് നല്ല മൂവ്മെന്റ് ഉണ്ട്, നല്ല സ്പീഡ് ഉണ്ട് ഇലക്ട്രോണിന്റെ മൂവ്മെന്റിന് നമ്മൾ സങ്കല്പിക്കുന്നു. അതിനെയാണ് നമ്മൾ ബോൺ-ഒപ്പൻഹീമർ അപ്രോക്സിമേഷൻ എന്ന് വിളിക്കുന്നത്. So the nuclei do not move but the electrons move. That is called a Born-Oppenheimer approximation. ഈ ബോൺ-ഒപ്പൻഹീമർ അപ്രോക്സിമേഷന് ക്വാണ്ടം മെക്കാനിക്കൽ കാൽക്കുലേഷൻസിൽ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് സൊല്യൂഷൻ, സ്ക്രോഡിംഗർ ഇക്വേഷന് പെട്ടെന്ന് സൊല്യൂഷൻ കിട്ടാനുള്ള ഒരു വഴിയായിട്ട് വരികയാണ്. അപ്പൊ ഈ അപ്രോക്സിമേഷന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോളിക്യൂളിന് 3 തരത്തിലുള്ള എനർജീസും മെയിൻ ആയിട്ടും വരും. ഇലക്ട്രോണിക് എനർജി ആയിരിക്കും, അതിന്റെ ഇലക്ട്രോൺസിന്റെ എനർജി, പിന്നെ ആ മോളിക്യൂളിന്റെ വൈബ്രേഷണൽ എനർജി. വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ആൻഡ് ഫ്രോ മോഷൻ, അതുകൊണ്ടുണ്ടാവുന്ന എനർജി. മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അപ്പൊ എനർജി ഉണ്ടാവും. ഇനി അടുത്തത് ആ മോളിക്യൂളിന്റെ റൊട്ടേഷണൽ എനർജി. റൊട്ടേഷണൽ എനർജി എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്ത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന എനർജിനെയാണ് നമ്മൾ റൊട്ടേഷണൽ എനർജി എന്ന് വിളിക്കുന്നത്. ഇതെല്ലാം കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആണ്, ഒന്നിനെ ബന്ധപ്പെട്ടിരിക്കുന്നില്ല. അതുകൊണ്ട് ടോട്ടൽ എനർജീന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൊട്ടേഷണൽ എനർജിയെയും വൈബ്രേഷൻ എനർജിയും ഇലക്ട്രോണിക് എനർജിയും കൂടെ കൂട്ടി കിട്ടുന്നതാണ് ഈ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. അപ്പൊ 3 എനർജീസിനെ കൂടെ സം ചെയ്താലാണ് നമുക്ക് ടോട്ടൽ എനർജി കിട്ടുക. അതാണ് ബോൺ-ഒപ്പൻഹീമർ അപ്രോക്സിമേഷൻ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ അപ്രോക്സിമേഷൻ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ സ്പെക്ട്രോസ്കോപ്പി നമുക്ക് ഡീൽ ചെയ്യാം. അപ്പൊ ഇന്ന് റൊട്ടേഷൻ സ്പെക്ട്രോസ്കോപ്പി ചെറുതായിട്ടൊന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Rotational spectroscopy deals with, it's also called microwave spectroscopy. It deals with the study of transitions between quantized rotational energy levels of gaseous molecular species. The microwave region is in the range 1 to 100 centimeter inverse. Rotational spectra are usually studied only for gases. For solids and liquids, there are no well-defined rotational levels. So rotational spectroscopy is spectroscopy in the microwave region, and the essential condition for a molecule to absorb microwave radiation is that it must have a permanent dipole moment. This is because only a molecule that can generate an electric field during its rotation can interact with the electric component of the microwave radiation.
So rotational spectra are only shown by molecules which possess a permanent dipole moment. So polar molecules like HCl, H2O, carbon monoxide, nitric oxide, etc. show rotational spectra, whereas non-polar molecules like hydrogen, chlorine, nitrogen, carbon dioxide, etc. do not show rotational spectra. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് സ്പെക്ട്രോസ്കോപ്പി റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പിയാണ് സ്പെക്ട്രോസ്കോപ്പി എന്നാണ് വിളിക്കുന്നത്. ഇനി മൈക്രോവേവ് റേഡിയേഷന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1 to 100 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ആ ലെവലിലുള്ള റേഡിയേഷൻ അബ്സോർബ് ചെയ്യുക ചെയ്യേണ്ടത്. ഈ റേഡിയേഷൻ അബ്സോർബ് ചെയ്യുമ്പോൾ ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കണം, മോളിക്യൂൾസ് ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കണം. ലിക്വിഡ് സോളിഡ് അവസ്ഥയിൽ റൊട്ടേഷൻ സ്പെക്ട്രം നമുക്ക് കിട്ടില്ല. ഇതിന്റെ കണ്ടീഷൻ എന്താണ്, ഒരു റൊട്ടേഷണൽ എനർജി ഉണ്ടാവാനുള്ള കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉള്ള മോളിക്യൂൾസ് മാത്രമാണ് മൈക്രോവേവ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറങ്ങുമ്പോൾ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഉള്ള ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. ആ ഇന്ററാക്ഷൻ കൊണ്ടാണ് ഈ റൊട്ടേഷണൽ എനർജി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള മോളിക്യൂൾസിന് മാത്രമാണ് റൊട്ടേഷൻ സ്പെക്ട്ര കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവര് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ആരൊക്കെയാണ് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉള്ളവര്. HCl എന്ന് പറഞ്ഞ മോളിക്യൂളോട് കാണിച്ചിട്ടുണ്ട്. HCl പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. കാരണം വെച്ചാൽ ക്ലോറിൻ ഏകദേശം നെഗറ്റീവ് ആണ്, ഹൈഡ്രജൻ ആണെങ്കിൽ പോസിറ്റീവ് ആണ്. അപ്പൊ ഇതിലൊരു ഡൈപോൾ മൊമെന്റ് മീൻസ് ടു ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. അതിനാണ് ഡൈപോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ടു ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. അപ്പൊ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും, അത് തമ്മിലൊരു ദൂരവും ഉണ്ട്, ഒരു ഡിസ്റ്റൻസും ഉണ്ട്. അങ്ങനത്തെ മോളിക്യൂൾസിന് മാത്രമാണ് പറ്റുള്ളൂ ഇത് കാണിക്കാൻ വേണ്ടി. അപ്പൊ HCl അതിനൊരു എക്സാമ്പിൾ ആണ്. പിന്നെ വാട്ടർ ഉണ്ട് എക്സാമ്പിൾ ആയിട്ട്. വാട്ടറിന് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. കാർബൺ മോണോക്സൈഡിനുണ്ട്. നൈട്രിക് ഓക്സൈഡ് NO അതിനുണ്ട്. ഇതൊക്കെയാണ് റൊട്ടേഷൻ സ്പെക്ട്ര കാണിക്കുന്ന മോളിക്യൂൾസ്. കാണിക്കാത്തവർ ഈ വിഭാഗത്തിന് ഹൈഡ്രജൻ H2, അതായത് ഹൈഡ്രജന് ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവില്ല. കാരണം അതിനൊരു ചാർജ് സെപ്പറേഷൻ ഇല്ല. മോളിക്യൂളിന് എവിടെ ചാർജ് ഉള്ളത്? ഹൈഡ്രജൻ ആറ്റത്തിന്, ഒരു അറ്റത്തുള്ള ഹൈഡ്രജൻ ആറ്റത്തിന് ചാർജ് ഇല്ല, മറ്റേ അറ്റത്തുള്ള ഹൈഡ്രജൻ ആറ്റത്തിന് ചാർജ് ഇല്ല. അതുകൊണ്ട് ചാർജ് സെപ്പറേഷൻ ഇല്ല. ക്ലോറിൻ, നൈട്രജൻ അതൊക്കെ ഡയാറ്റോമിക് മോളിക്യൂൾസ് ആണ്. ഇവർക്കൊന്നും എന്ത് കാണിക്കാൻ പറ്റില്ല? റൊട്ടേഷൻ സ്പെക്ട്ര കാണിക്കാൻ പറ്റില്ല. കാർബൺ ഡൈ ഓക്സൈഡും അങ്ങനെ തന്നെയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് സെപ്പറേഷൻ ഇല്ലാത്ത ഒരു മോളിക്യൂൾ ആണ്. നമുക്ക് അതിനെ അയണൈസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ അതും ഒരു റൊട്ടേഷൻ സ്പെക്ട്ര കാണിക്കില്ല. അല്ലാത്തവരൊക്കെ എനർജി അബ്സോർബ് ചെയ്യുകയും ചെയ്യും, മൈക്രോവേവ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുകയും ചെയ്യും, എമിറ്റ് ചെയ്യുകയും ചെയ്യും. സോ മൈക്രോവേവ് interactions. Quantum are shown here. Quantum energy of microwave photons matches the ranges of energy separating quantum states of molecular rotations. Rotation motion of molecules is quantized like electronic and vibrational motions, and there are associated absorption or emission lines. Absorption of microwave radiation causes heating due to increased molecular rotational activity. So this is the electric field of the microwave radiation, and this is the electric dipole. Electric dipole എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു HCl മോളിക്യൂള്, ഇത് H+ഉം ഇത് Cl-ഉം. ഈ Cl എന്ന് പറഞ്ഞ മോളിക്യൂള് ഈ മൈക്രോവേവ് റേഡിയേഷന്റെ ഇലക്ട്രിക് ഡൈപോൾ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാണ്. അപ്പോഴാണ് നമ്മുടെ ഈ സ്പെക്ട്രം അല്ലെങ്കിൽ റൊട്ടേഷണൽ സ്പെക്ട്രം നമുക്ക് കിട്ടുന്നത്. കാരണം റൊട്ടേഷണൽ എനർജി ലെവൽസ് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.